നടത്തം 9. കൃത്യം ഒരു വർഷം ഞാനും അവളും അക്ഷരാർത്ഥത്തിൽ ഒരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിയിരുന്നില്ല. വത്സൻ മഠത്തിലിൻ്റെ മലബാർ കോളേജിന് നമ്മളെക്കൊണ്ട് നല്ല പൊറുതികേടായപ്പോഴാണ് നമ്മൾ 4 അലമ്പന്മാർ ഒരു മാറ്റമെന്ന രീതിയിൽ തളിപ്പറമ്പിലെ നാഷണൽ കോളേജിൽ ചേക്കേറുന്നത്. പക്ഷേ പുതിയ കോളേജും ഭരണപാഠവുമുള്ള മാനേജ്മെൻറ്റും പ്രഗത്ഭരും സമർത്ഥരുമായ അധ്യാപകരും സഹൃദയരായ സഹപാഠികളും നമ്മളെ പരിവർത്തനം ചെയ്തു. മുടക്കമില്ലാതെ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. മലബാറിലെ നമ്മുടെ കൂടിയ ഹാജർ കണ്ണൂർ കോട്ടയിലെ കടൽഭിത്തിക്കടുത്തും പടന്നപ്പാലത്ത് നീളം കൂടിയ കള്ളുഷാപ്പിലും പഴയ ബസ് സ്റ്റാൻഡിനടുത്ത സാധു ബാറിലും അന്ന് തറമാത്രം കെട്ടിയിട്ട നെഹ്റു ലൈബ്രറിയിലുമായിരുന്നല്ലോ. അങ്ങനെ പഠിപ്പിൽ താല്പര്യം കാണിക്കാൻ തുടങ്ങി. സാമൂഹ്യാഭിമുഖ്യമുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ ഒന്ന് മയപ്പെട്ടു വന്നു. ഇതെല്ലാം പരീക്ഷകളിലും പ്രതിഫലിക്കാൻ തുടങ്ങിയപ്പോൾ സത്യമായും വിരലിലെണ്ണാവുന്ന മാർക്കുകളിൽ നിന്ന് ഞാൻ അനായാസമായി ഏറ്റവും മികച്ച മാർക്കുകളിലേക്ക് എത്താനും തുടങ്ങി. ആൺപെൺ ഭേദമില്ലാതെ സകലരും സുഹൃത്തുക്കളായ ക്ലാസ്സിൽ കാണാൻ രസമുള്ള ഒരു കാരമുള്ളുണ്ടായിരുന്നു. മലയോരത്തെ തൻ്റെടി, മാർക്കിൽ കട്ടയ്ക്ക് നിന്ന പഠിപ്പി. ആവുന്നത്ര നമ്മൾ തമ്മിൽ പരസ്പരം മുഖം കൊടുക്കാറില്ലായിരുന്നു. ഫസ്റ്റ് അവറിൽ ഒഥല്ലോയുമായി ജോസഫ് സാറോ ഡോക്ടർ ഫോസ്റ്റസുമായി ജോയ് സാറോ എത്തും മുൻപ് ബോർഡിൽ ഒരു വരി കവിത എഴുതി തിരിയുമ്പോഴോ മറ്റാർക്കും അറിയാത്തൊരുത്തരം പുറകിൽ നിന്ന് വിളിച്ചു പറയുമ്പോഴോ മാത്രം അറിയാതെ അല്ലെങ്കിൽ അറിയാത്തതുപോലെ നോട്ടങ്ങളൊന്ന് കൂട്ടിമുട്ടിപ്പോയാലായി. കൂട്ടായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓണാഘോഷം, അസോസിയേഷൻ ഉദ്ഘാടനം, മാഗസിൻ പ്രകാശനം, ക്രിസ്മസ്, ന്യൂ ഇയർ കേക്ക് മുറി, ടൂർ, അതൊക്കെ ഭംഗിയായി സംഘടിപ്പിച്ചെങ്കിലും നമ്മുടെ മിണ്ടായ്മയ്ക്ക് മാത്രം മാറ്റമുണ്ടായില്ല. ഒരാൾ പോലും ഒഴിയാതെ സെൻഡ് ഓഫ് നടത്തണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ നേരിട്ട് വിളിച്ചില്ലെങ്കിൽ ഒരാൾ മാത്രം വരില്ലെന്ന ഭീഷണി ഉയർന്നു വന്നത്. ഒരു വർഷം കെട്ടിപ്പൊക്കിയ മഞ്ഞുമല നീ വരില്ലേ എന്ന ഒറ്റ വാക്കിൽ ഉരുകിയെന്ന് ഉറ്റ സുഹൃത്തുക്കൾ. സെൻഡ് ഓഫിന് ആരും വരാതിരുന്നില്ല. ഹോസ്റ്റൽ വരെ അവളെ കൊണ്ടുവിടാൻ ക്ലാസ്സിൽ നിന്ന് പൊതുതാൽപര്യ ഹർജി വന്നപ്പോൾ ഞാൻ പുറകെ നടന്നു. അരമണിക്കൂർ തികച്ചില്ലാത്ത ആ നടത്തത്തിൽ നമുക്കിടയിൽ വാക്കുകളിൽ ഒരു വർഷം പെയ്തൊലിച്ചു. കാത്തിരുന്ന പ്രളയം. ഹോസ്റ്റലിലെത്തുമ്പോൾ നമ്മൾ ഒരുമിച്ച് നടക്കുകയായിരുന്നു. ആ നടത്തം 5 വർഷം നീണ്ടു.